അസ്സലാമലൈക്കും. ചുബീസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ആക്കിയത് ഈദിൻ്റെയും അത് തലേ ദിവസത്തിൻ്റെയും സെലിബ്രേഷനാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അന്നത്തെ കുറച്ച് ഹാപ്പിനെസ്സുകളുമാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടാലോ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മുടെ റമദാനൊക്കെ നമ്മോട് വിട പറഞ്ഞു. പെട്ടെന്ന് റമദാൻ കഴിഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ മാസമൊക്കെ കണ്ടുന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക് ഒരിക്കൽ കൂടി. അപ്പോൾ കുട്ടീസൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെയൊക്കെ മൈലാഞ്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ അരിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു, വീട്ടിലേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ മൈലാഞ്ചി ഇടലും പിന്നെ അങ്ങനെ കുട്ടീസിനെ കുറച്ച് പരിപാടീസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ മക്കളൊക്കെ നമുക്ക് മൈലാഞ്ചൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ കേട്ടോ. പെരുന്നാൾ ഇവരാണ് കൊണ്ടുപോകുന്നത്, കാരണം മക്കൾക്കല്ലേ പെരുന്നാൾ. അപ്പോൾ നമുക്ക് മൈലാഞ്ചി ഇടുന്നൊക്കെ ഒന്ന് കാണാം, കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ മക്കൾ കുട്ടീസുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ എന്താണ് നാളെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ പറയും. ഓക്കെ. അപ്പോൾ നമ്മളിനി ചെറിയ മക്കൾക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ മോളാണ് ഇവിടെ കേട്ടോ. നമ്മൾ എല്ലാ ഫാമിലിയിലത്തെ കുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും മൈലാഞ്ചിയൊക്കെ ഇട്ടുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ മോൾക്ക് ഈ മോളെ ഉമ്മ തന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മൈലാഞ്ചി ഇടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ അവളെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഇടുമ്പോൾ അവളൊരു സങ്കടമായി നിൽക്കണ്ടല്ലോ. അപ്പോൾ അവൾക്കും ഇട്ട് കൊടുക്കല്ലോ വെച്ചിട്ട് അവൾ ആദ്യം അവളെ കൈ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നെയാണ് ഇവൾക്ക് ഞാൻ എന്തൊക്കെയോ വരച്ച് കൊടുക്കണ റബ്ബേ, എനിക്കൊരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ എന്താ കുറേ കുട്ടികൾ മൈലാഞ്ചിട്ട് പോയി. ഇനി ബാക്കി കുട്ടികൾക്ക് മൈലാഞ്ചി ഇടാനുണ്ട് ഗൈസ്. മൈലാഞ്ചി ഇടണ്ടൊക്കെ ചെന്നോന് മൈലാഞ്ചി ഇടണ്ടേ? കുറേ കുട്ടികൾ പോയില്ലേ, അനക്ക് ഇടണ്ട മൈലാഞ്ചി ഇടണ്ടി? അപ്പോൾ നമുക്ക് ഇവർക്ക് കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇവൾക്കായിട്ടുണ്ട് മൈലാഞ്ചി പൊട്ടിച്ചൊക്കെ ചെയ്തോ. അപ്പം എനിക്കങ്ങനെ വലിയപ്പോഴത്തെ മോഡലൊന്നും അറിയില്ല. കുറച്ച് നമ്മൾ ആദ്യമൊക്കെ ഇട്ടിരുന്ന കുറേ മോഡലൊക്കെ എനിക്കറിയാം. പിന്നെ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. വരക്കും ഞാൻ നല്ല. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചിട്ട് എനിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. ഷെന്നുമോൾക്കും നമുക്ക് മൈലാഞ്ചി ഇടണം. അപ്പോൾ ഷെന്നുമോൾ കരഞ്ഞിട്ടൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം മൈലാഞ്ചി ഇടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കുട്ടികളും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവൾക്കാണ് ഇപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. നമ്മളെ പേരെന്താ നമുക്ക് ചോദിച്ചു നോക്കാം. എൻ്റെ പേരെന്താ? സിയ വി. അത് ഇനീഷ്യലല്ലേ, സിയ എന്നല്ല പേര്. അപ്പോൾ സിയ മോൾക്കാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ഫാമിലിത്തെ കുട്ടി തന്നെയാണ്. അപ്പോൾ മൈലാഞ്ചി കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു. ഇനി പടക്കം പൊട്ടിക്കണേ കാണാൻ പോവാണ്. വേഗമാ. അപ്പോൾ മൈലാഞ്ചികളൊക്കെ നിർത്തി വെച്ച് ഇനി പടക്കം പൊട്ടിക്കണെ കാണാൻ വേണ്ടി മേക്കപ്പ് ഞങ്ങൾ ഫാമിലി വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഉപ്പ എല്ലാ പടക്കങ്ങളും എല്ലാ വർഷവും അവിടെ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരണതാണ്. പക്ഷേ ഈ വർഷം നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മളെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലി വീടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ്, തൊട്ടടുത്തല്ല, കുറച്ച് നടക്കാനുണ്ട്. എന്നാലും നമുക്ക് പടക്കം പൊട്ടിക്കുന്നത് കാണാനും നമ്മൾ പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ പറ്റിയിട്ടോ. അത്രയും നമ്മൾ ഹാപ്പിയായി, നല്ല രസമായി. ഇപ്പം അവിടെ നമുക്ക് ഇവിടുത്തെ അവരെല്ലാ വർഷവും ആഘോഷിക്കുന്നത് തന്നെയാണ് പടക്കൊക്കെ പൊട്ടി. നമ്മളും ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മളെ വീടായതിൻ്റെ ശേഷം വീട്ടിൽ ഹരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പടക്കം പൊട്ടിക്കലും അതുപോലെ ഒരുപാട് പടക്കങ്ങൾ പൊട്ടിച്ചിട്ട് ഭയങ്കര ഹരമായിരുന്നു. ശരിക്കും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളിവിടുത്തെ അംസക്കാണ് നമുക്ക് ഈ പടക്കങ്ങളൊക്കെ പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇവർ മദ്രസിലാണ്, ഇവർക്ക് നമ്മുടെ ജോലിയൊക്കെ. അപ്പോൾ അവർക്ക് അവിടെ നല്ല ഇതിൻ്റെ പടക്കങ്ങൾ ഐറ്റംസ് ദീപാവലിയൊക്കെ ആയിട്ട് ഒരുപാട് പടക്കങ്ങൾ ഒരു പെട്ടി നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കുകയാണ്.
എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ കാണുന്നത് മേസപ്പൂത്തിരിയാണ്. പിന്നെ കുറേ പടക്കങ്ങളും അതാ മക്കളും പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ തറവാട്ടിലെ പടക്കം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹസ്ബൻഡ് അനിയന് അവിടുത്തെ പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹസ്ബൻഡ് അനിയൻ വന്ന് പടക്കം പൊട്ടിക്കലും മൈലാഞ്ചിടലും എടുത്ത് വീട്ടിലെ കുട്ടികൾ വരലും. അപ്പോൾ നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ടിലായിട്ട് നമ്മളങ്ങനെ ഇത് സെലിബ്രേഷൻ ചെയ്യലും. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ പുതിയ വീട്ടിലെ ഇത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എടുത്ത വീട്ടിൽ നമ്മളെ അടുത്ത വീട് പറഞ്ഞാൽ നമ്മളെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടലും ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കലും ചിരിക്കലും പടക്കം പൊട്ടിക്കലും നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അവിടെ നമ്മളെ തറവാട്ടിലേക്കാട്ടി ഭയങ്കര ഹരം തോന്നിയിട്ട് അത്രയ്ക്ക് ഞാൻ എൻജോയ് ചെയ്ത് മനസ്സ് നിറഞ്ഞ് പറയണം, അത്ര ഞാൻ ഹാപ്പിയായി. പിന്നെ നമ്മൾ കൈഷൂട്ടും അതുപോലെ കുറേ പൂത്തിരികളും മേസപ്പൂത്തിരിയും ചക്കരം അങ്ങനെ ഒരുപാട് ഐറ്റംസ് പടക്കങ്ങൾ പൊട്ടിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ പെരുന്നാളുടെ തലേന്ന് ഒരാഴ്ച മുന്നേ എൻ്റെ മോന് പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ മോനാണ് ഇപ്പോൾ കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പടക്കം പൊട്ടിക്കലും എടുത്ത് വെക്കലും ശേഖരിക്കലും. പെരുന്നാൾ ആവാൻ വേണ്ടി റെഡി ആയി നിൽക്കണം അവരൊക്കെ. അപ്പോൾ മക്കളൊക്കെ ഹാപ്പിയായി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പൂത്തിരികളൊക്കെ ഇപ്പോൾ കത്തിക്കുകയാണ്. എല്ലാവരും അത് വന്ന് കത്തിച്ചോ. പേടി 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 കൈമ കൊടുത്തു. പേടി അവൾക്ക് പേടി വേണ്ട നാട അടിപൊളി അടിപൊളി. എന്താ ഇവര് ഒരുപാട് കുട്ടികളുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ വീടും എൻ്റെ ഫാമിലി വീടും ഈ ഒരു ഡിഫറെൻറ്റിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവരും ഫാമിലീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇതാ വീണ്ടും ഇനി പടക്കം പൊട്ടിക്കണായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അംസയൊക്കെ നെക്സ്റ്റ് പടക്കം പൊട്ടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഇനിയാണ് ഞങ്ങളുടെ ചെടപെടായിട്ടുള്ള പടക്കങ്ങൾ വലിയ പടക്കങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നല്ല രസമല്ലേ? നമ്മൾ ഈ പടക്കൊക്കെ പൊട്ടിച്ച് കുറേ പടക്കൊക്കെ കണ്ടു, കുറേ പൊട്ടിക്കണൊക്കെ കണ്ടു. ഇനി കുറേ പൊട്ടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണട്ടെ. നല്ല രസം കേട്ടോ. നമ്മളെ വീട്ടിൽ നമുക്ക് നമ്മളെ അയൽവാസികളൊക്കെ വന്നപ്പോൾ എടുത്തേക്ക് പോലും നമ്മൾ അരിയൊക്കെ കൊണ്ടുപോയി കൊടുക്കലും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഹരത്തിൽ നമ്മളെ മക്കളും എല്ലാവരും കൂടി ഭയങ്കര രസം കേട്ടോ. നമ്മൾ തറവാട്ട് വീട്ടിൽ നമുക്ക് അവിടെയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടത്തേക്കാട്ടി കൂടുതലൊരു ഹരമാണ് ഇവിടെ വന്നപ്പോൾ. നമ്മളെ വീട്ടിൻ്റെ അടുത്തായതാണ് നമ്മളെ വീട്. ഇത് അയൽവാസിൻ്റെ വീട് പോയി നമ്മളെ കുടുംബം തന്നെയാണ് കേട്ടോ. അവർ അയൽവാസിയാണ്, കുടുംബമാണ്. മൈലാഞ്ചിട്ടോ നോക്കട്ടെ, മൈലാഞ്ചൊക്കെ. അപ്പോൾ മൈലാഞ്ചി ഇട്ട് എടുത്തടുത്തൊക്കെ വന്ന് കാണിക്കുന്നുണ്ട്. വേറെ ഒരു ഉമ്മമാർ വരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇട്ട് കൊടുത്തു. ഒരു കയ്യിൽ ഞാൻ ഇട്ടെടുത്തു, ഒരു കയ്യിൽ അവർ ഉമ്മ ഇട്ടെടുത്തതുണ്ട്. അപ്പോൾ മൈലാഞ്ചി ഇട്ടതൊക്കെ മക്കളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ അത് ഇടാനുള്ളവർ വെയിറ്റ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും വേണം, കൈൻ്റെ അപ്പുറം വേണം, കാൽമ വേണം, രണ്ട് കാൽമ വേണം. ഞാൻ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് മൈലാഞ്ചി ഇട്ടിട്ട്. ചെന്നൂനിട്ടിട്ടാ അത് തുടക്കി പെട്ടി. അപ്പൊ നമ്മളെ കുട്ടീസിനൊക്കെ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുകയാണ്. പടക്കപ്പെട്ടി പേടിച്ച് ചെന്നുമോൾക്കാണെങ്കിൽ മൈലാഞ്ചി ഇടുന്നുട്ടാ. ചെന്നു ചില കുട്ടിയാകുമ്പോൾ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് മൈലാഞ്ചി അവളെ ഈ കുഞ്ഞി കൈമ മൈലാഞ്ചി. അങ്ങനെ പിന്നെ നമ്മൾ ഷെനുമോളെ കയ്യിലൊരു നല്ലൊരു പൂവൊക്കെ വരച്ചെടുത്ത്. അപ്പോൾ അവൾ ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് ഇടയ്ക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാറാണ്. അവൾക്ക് പെരുന്നാളൊരു സ്പെഷ്യൽ ഒന്നുമല്ല, മൈലാഞ്ചി എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അവളെ എപ്പോഴും ഹാപ്പിയാണ് കേട്ടോ.
അപ്പൊ ഗൈസ് എൻ്റെ ഇവർക്ക് അങ്ങനെ മൈലാഞ്ചി മക്കൾക്ക് മൈലാഞ്ചി ഇടുമ്പോൾ എൻ്റെ കുട്ടിക്കാലമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി എടുത്ത് ഇട്ടിക്കുന്നത് പോലെ മൈലാഞ്ചി ഇടാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് മൈലാഞ്ചി ഇടുന്നത്, മുല്ലപ്പൂവൊക്കെ ഇടുന്നത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ഞാൻ കൊണ്ടുപോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ഡ്രസ്സ് എടുക്കലും. ഡ്രസ്സ് നല്ല കിട്ടണം, മൈലാഞ്ചി വേണം, പിന്നെ മുല്ലപ്പൂ അതൊക്കെ മസ്റ്റാണ്. എനിക്ക് നിർബന്ധമാണ്. ഇല്ല ഞാൻ ഉമ്മാനെ ഒരു സോഖം പുറത്തും കൊടുക്കൂല കിട്ടണ വരെ. പിന്നെ അതുപോലെ നമ്മൾ മൈലാഞ്ചി ഇട്ട് നമ്മൾ എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ മൈലാഞ്ചി വരച്ചതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. 2 കൈ നിറച്ച് മൈലാഞ്ചി ഇടും കേട്ടോ. പിന്നെ നല്ല ചോന്ന് വരുന്ന വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. രാവിലെ നേരെ വെളുക്കണ വരെ എനിക്കത് മൈലാഞ്ചി ഇങ്ങോട്ട് ചോക്കായിട്ട് ഭയങ്കര ഇതിലാവും. ഞാൻ നേരെ വെളുത്ത് കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരെ വെളുത്താൽ ആദ്യം നോക്കല് മൈലാഞ്ചിയാണ്. അപ്പോൾ മൈലാഞ്ചി തോത്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം എല്ലാവർക്കും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഞാൻ മൈലാഞ്ചി ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 2 കൈ നിറച്ച് മൈലാഞ്ചി കൊണ്ട് നിറഞ്ഞിട്ട് നല്ല ചോക്കും ചെയ്തിട്ടുണ്ട്. കൈമ എപ്പോഴും ഇട്ട് നല്ല ചുവന്ന് നിൽക്കും. നഖത്തുമ്മലൊക്കെ ഇട്ട് കൊടുക്കും. നല്ല രസമാണ്. അന്നത്തെ ഒരു പെരുന്നാൾ ഇവരെക്കാട്ടി വൈബിളൊരു പെരുന്നാളാണ്. അമ്മാമ്മന്ന് വിളിക്കല്. അമ്മമാൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ എന്താണ് ഒപ്പന കളിക്കും. ഞങ്ങൾ തലേ ദിവസം തന്നെ മിണ്ടലക്ഷനു തലേ ദിവസം തന്നെ ഒപ്പന പ്രാക്ടീസ് ചെയ്ത് വെക്കും. and ഉമ്മമ്മക്ക് കാണിച്ചു കൊടുക്കും. അമ്മമ്മക്ക് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ഫ്രണ്ട്സ് 4 ആൾക്കാരുണ്ട്. മുന്താസ്, മുനീറ, ലൈല എന്ന് പറഞ്ഞിട്ട് 3 ഫ്രണ്ട്സുകളുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള ഫ്രണ്ട്സുകളാട്ടോ. അപ്പോൾ അവർക്ക് അവർ മൈലാഞ്ചി ഇടുമ്പോൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ ഒപ്പനൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ പെരുന്നാൾ ചോറിനൽ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുതിയ ഡ്രസ്സോടെ ഒപ്പന അഴിച്ചു കൊടുക്കൽ. അപ്പോൾ എല്ലാവരും കാണാൻ വരും കേട്ടോ. എൻ്റെ ഉമ്മയും ഉമ്മാരൊക്കെ വരും കേട്ടോ. അതൊക്കെ ഒരു രസമായിരുന്നു ആ കാലമൊക്കെ. അപ്പോൾ ഒരു വൈബായിരുന്നു. അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യുമെന്ന് പറയണത്. ഭയങ്കര മിസ് ചെയ്തൊരു കുട്ടിക്കാലമാണ്. അങ്ങനെ ഞാനും കുറച്ച് മൈലാഞ്ചൊക്കെ ഇട്ടു. പക്ഷേ ബിഗ് ബി കൊണ്ടായതുകൊണ്ട് കുറച്ച് കട്ടി കൂടിയിട്ട് ഗൈസ്. എന്തായാലും വേണ്ടില്ല, എനിക്ക് മൈലാഞ്ച് മസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിന്മേ ഒപ്പിച്ചിട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഇതിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ ദിവസം രാവിലെയാണ് ഇപ്പോൾ നമ്മൾ വ്ളോഗ് കാണിക്കുന്നത്. അങ്ങനെ രാവിലെ കിച്ചണിൽ കയറി നമ്മൾ നിസ്കാരം മോത്തെല്ലാം കഴിഞ്ഞു. രാവിലെ തന്നെ ഡ്യൂട്ടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ടീയൊക്കെ കുടിച്ചു. അപ്പോൾ രാവിലെ ചായ കുടിക്കുമ്പോൾ എന്തോ പോലെ നമ്മൾ സാധാരണ നോമ്പ് കഴിക്കുമ്പോൾ നമ്മൾ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് പോകുമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചായ അടിക്കുമ്പോൾ ഇങ്ങനെ ചായ ഒന്നും പോകുമല്ല. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ കുടിച്ചു. അങ്ങനെ ചിക്കനാണ് ഇപ്പോൾ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സായി വരാൻ. അപ്പോൾ അതിൽ വെള്ളത്തിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ദിവസം അങ്ങനെയല്ലോ നമുക്ക് അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഫുഡുകളൊക്കെ റെഡിയാക്കണം. എല്ലാ വർഷവും ഞാൻ നമ്മളെ തറവാട്ട് വീട്ടിൽ അടയും അതുപോലെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും ഞങ്ങൾ സാധാരണ നെയ്യപ്പം, ഉണ്ണിയപ്പം ഇങ്ങനെയുള്ള സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ കടിയായിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഉണ്ണിയപ്പം, നെയ്യപ്പം, പഴം പൊരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലുള്ളത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വന്നതിൻ്റെ ശേഷം ഞാൻ ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലെ. അപ്പോൾ സാധാരണ വന്നതിന് ശേഷം ഞാൻ അട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പെഷ്യലായിട്ട് നമുക്ക് ദോശയും ചിക്കൻ കറിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അട ഉണ്ടാക്കുന്നത് ഇലമംഗലം എന്ന് പറഞ്ഞിട്ട് ഇലയിലാണ് സാധാരണ ഉണ്ടാക്കാറ്. ആ ഇല നല്ല ഫ്ലേവറാണ് അതിൽ അട ഉണ്ടാക്കുമ്പോൾ. പക്ഷേ എനിക്കിന്ന് അട കിട്ടിയിട്ടില്ല. നമ്മളെടുത്ത് കൊണ്ടുവരാനും വൈകിപ്പോയി, ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വായൻ്റെ ഇലയിലാണ് നമ്മളിന്ന് അട ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. പക്ഷേ ഒന്നും കൂടി ഒരു ഫ്ലേവറോടെ കിട്ടുന്നത് ആ ഒരു ഇലമംഗലം ഇലയിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ ആ ഒരു ഇലയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ റെസിപ്പി കാണിക്കേണ്ട സ്പെഷ്യലായിട്ട് ഇതിൽ കാണിക്കട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചൂടായി വന്നു, കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി കൊണ്ടാണ് അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് കിട്ടുക. പിന്നെ നമ്മുടെ ചക്കരയും അതുപോലെ തേങ്ങയും നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് ഫില്ലിങ് ഉണ്ടാക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചുടുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള ഈ ഒരു വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയാലോ.
അപ്പോൾ നമ്മുടെ അടൻ്റെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചിരകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ തേങ്ങ എടുത്താൽ മതി. കുറേയൊക്കെ എടുത്താൽ നമുക്ക് ഫില്ലിങ് കൂടിപ്പോയാൽ മാവ് അതിനനുസരിച്ചുണ്ടെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് പേരുള്ളൂ, നമ്മൾ എക്കയും ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ തമാശയൊക്കെ പറയേണ്ടതാണ് ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കരയൊക്കെ ഇവിടെ സീറായി വന്നിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം നമ്മൾ ഇലക്കൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ അടയിലേക്ക് അത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വായൻ്റെലൊക്കെ കട്ട് ചെയ്തു ഒന്ന് ജസ്റ്റ് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ട് ഒന്ന് അതിന് വെള്ളമൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ മാവ് പത്തിരി പോലെ പരുത്തിയിട്ട് അതിലാണ് നമ്മൾ ഈ ഫില്ലിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആവിക്ക് വേവിക്കുക. കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്ത് വെച്ചാൽ നന്നായി വെന്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ബനാനൻ്റെ ലീഫിൻ്റെ ഫ്ലേവറും അതൊക്കെ അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഏത് ഇലയിലും ചെയ്യാം, പക്ഷേ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഇതിനെക്കാട്ടൊക്കെ ഒന്നും ടേസ്റ്റ് കൂടുന്നത് ഇലമംഗലം ഇല കിട്ടണം. എന്നാൽ മാത്രമേ എനിക്കൊരു സംതൃപ്തിയാവുള്ളൂ കേട്ടോ. എനിക്ക് അതിലാണ് ഭയങ്കര ഇഷ്ടം എൻ്റെ. അപ്പം നമ്മൾ അട ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇക്കയും മോനൊക്കെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇതാ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്. അപ്പോൾ മോൻ്റെ ഡ്രസ്സ് ഇതാണ്, പെരുന്നാൾ കോടി ഇതാണ് കേട്ടോ. അപ്പോൾ ജീൻസ് ടൈപ്പിലാണ് മോൻ്റെ ഡ്രസ്സ് വരുന്നത്. പിന്നെ ഒക്കെ ഇതാ ഇവിടെ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇക്കയുടെ ഡ്രസ്സ്. അപ്പോൾ ഇനി മക്കൾസ് ഇനി പെൺകുട്ടികൾക്ക് ഇനി കുളിക്കാനുള്ള ടൈമുണ്ട്. ഇവർ പിന്നെ നേരത്തെ പോകണോണ്ട് അവർക്ക് നേരത്തെ തന്നെ റെഡി ആവണം. 8 മണിക്ക് തന്നെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ മോനും ഈ ഉപ്പയും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരങ്ങനെ പള്ളിയിൽ പോയി. പിന്നെ ഞങ്ങൾ അടയ്ക്ക് തിന്നു. പിന്നെ ബാക്കി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഷെന്നുമോള് മൈലാഞ്ചൊക്കെ ചോദിത്തില്ലേ, പൊന്നുമോളെ മൈലാഞ്ചൊക്കെ ചോദിച്ചു. അത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ എണ്ണയൊക്കെ തേച്ചില്ലേ, യോയോ പറയും. അപ്പോൾ ഷെന്നിനെ ഞങ്ങൾ എണ്ണ ഇട്ട് നന്നായിട്ട് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഷെന്നു മൈലാഞ്ചൊക്കെ ഇട്ട് കണ്ടില്ലേ നിങ്ങൾ, ചോത്തൊക്കെ ചെയ്തിട്ടാണ് ബിഗ് ബിനായിട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്നൊക്കെ ഇവർക്കൊക്കെ ഇടാൻ പറ്റും സുഖം അത് തന്നെയാണ്. നേരെ വെളുക്കണേരം ഇവർക്കൊന്നും വെയിറ്റ് ചെയ്യുന്ന നേരമില്ല. ഞാനും അത് തന്നെ ഇട്ടുന്നത് നല്ല കറുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഇനി സ്പെഷ്യലായിട്ട് നമ്മൾ പായസം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അടപ്രഥമ പായസം കൂടി ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടം അടപ്രഥമൻ പായസമാണ്. സേമിയ പായസത്തിനോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ അത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാത്തത്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതായതാണ് അത് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അടപ്രഥമനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാരമൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ മന്തിൻ്റെ കൂട്ടൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാലട പായസത്തിൻ്റെ മിക്സാണ് ഞാൻ 2 പെട്ടി വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു പെട്ടിയിലുള്ള ഈ പായസത്തിൻ്റെ മിക്സാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലെല്ലാ സാധനങ്ങളും ഇതിൽ നമ്മൾക്ക് വരുന്നുണ്ട്. പഞ്ചസാരയും ഏലക്കയും എല്ലാം ഇതിൽ സെറ്റായിട്ട് വരുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പാൽക്കണ്ട് ഇട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചിട്ട് പിന്നെ കാരമലൈസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അത് ഉണ്ടാക്കിയൊക്കെ വെക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടപ്രഥമൻ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് ഞാനിനി നല്ലൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ മധുരം വരുന്നത് കൊണ്ട് രണ്ടും കൂടി ആകുമ്പോൾ മധുരം കൂടുതലാവും. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അടുത്ത് നമ്മൾ മന്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മന്തി മസാല നമുക്ക് സെറ്റ് ചെയ്യണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇട്ട് ഒന്ന് റെസ്റ്റ് വെക്കാനുണ്ട്. ഇപ്പോൾ മാഗി ക്യൂബും അതുപോലെ നമ്മൾ ക്യാപ്സിക്കം അതുപോലെ ചിക്കനും ഒക്കെ ഇട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാലാണ് ഞങ്ങളുടെ മന്തി നല്ല ടേസ്റ്റായിട്ട് ചിക്കനൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ മന്തി അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് റെസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് മസ്റ്റാണ്. അപ്പോൾ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ പെൺകുട്ടികളൊക്കെ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ മോൾ ഇവിടെ ഡ്രസ്സൊക്കെ ഇതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണട്ടെ. അപ്പോൾ ഷെന്നുമോളെ ഡ്രസ്സും പൊന്നുമോളെ ഡ്രസ്സൊക്കെ ഏകദേശം ഒരു ജീൻസ് ടൈപ്പിൽ വരുന്ന ഒരു വൈറ്റ് ഇന്നൊരു എന്താണ് ഇന്നറൊക്കെ ആയിട്ട് വരുന്ന ഒരു കോട്ടായിട്ട് വരുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൊന്നുമോളത്. അപ്പോൾ രണ്ടാമതും കളർ ചേഞ്ചാണ്, ജസ്റ്റ് ഒരു നീലും അതുപോലെ ഒരു ആഷ് കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് വന്ന ഈ ഒരു മോഡൽ ഒരുപാട് കുട്ടികൾക്ക് ഞാൻ സ്റ്റാറ്റസ് വെച്ച് ഫോട്ടോ വെച്ചതിന് ശേഷമാണ് എല്ലാവർക്കും ഇതുപോലത്തെ പല ഡിസൈനും കണ്ടിട്ടോ. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡായിട്ടുള്ള ഡ്രസ്സാണ് മനസ്സിലായി. അപ്പോൾ അവിടെ നമ്മൾ ഫാമിലിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഈ ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോകണം കേട്ടോ. അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ മോള് കാരണം ഒന്നിനും കിട്ടുന്നില്ല കേട്ടോ. ഒരു ഫോട്ടോസ് പോലും അവളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, കുറുസുദ്ധി കാണിച്ച് നിൽക്കേണ്ട. അവസാനം എങ്ങനെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ വൈബിലായിരുന്നു കേട്ടോ. അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജുമായ്ക്ക് പോയി വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഒന്നിരിക്കും കൂടി ഈദ് മുബാറക്. അപ്പോൾ ഷെന്നുമോൾ ഇത് അവിടെ ഉണ്ട് കേട്ടോ. പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, സക്കാത്തും പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷെന്നുമോൾക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് വരുന്നത്. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്നാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് മന്തിയൊക്കെ നമ്മൾ പാത്രത്തിൽ ഇവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇക്കയും മോനൊക്കെ പള്ളിയിൽ നിന്ന് വന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മന്തി മയോണീസും അതുപോലെ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇനി പോട്ടെ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈദ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ ഫസ്റ്റ് ഈദ് സ്പെഷ്യലാണ്. അപ്പോൾ അതും കൂടി ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. ഈ നോമ്പും അതുപോലെ നമ്മൾ നോമ്പ് കഴിഞ്ഞു ഈ ഒരു ഈദിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം എല്ലാം മനസ്സ് നിറഞ്ഞിട്ടാണ് പറയുന്നത്. അത്രയും നമുക്ക് നമ്മുടെ ഫസ്റ്റായിട്ട് വരുന്ന ഈദ് റമദാനൊക്കെ നല്ല രീതിയിൽ റാഹത്തായി കഴിഞ്ഞു, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പോൾ ആദ്യ പെരുന്നാൾ ഇത്രയും അടിപൊളിയാക്കി തന്ന് പഠിച്ചവനിക്ക് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബീച്ചിലൊക്കെ പോകുന്നുണ്ട്, പിന്നെ ഇത്തയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഹാപ്പി ആക്കല്ലോ, നമുക്കും കാണാം എന്ന് വിചാരിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തറവാട്ടിലൊക്കെ പോയി വന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.